എൻ്റെ പേര് ശ്രീകുമാർ. ഞാൻ വെളിയത്ത് ഗാർഡൻസിലാണ്. വെളിയത്ത് ഗാർഡൻസ് സ്ഥിതി ചെയ്യുന്നത് മഞ്ഞപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലമാണ്. അതായത് പെരുമ്പാവൂരാണിത്. ശരിക്കും പറയുകയാണെങ്കിൽ ആലുവയ്ക്കും പെരുമ്പാവൂരിനും ഇടയ്ക്കായിട്ട് വരും. ആലുവ പെരുമ്പാവൂർ KSRTC റൂട്ടിലാണിത്. ഇവിടെയുള്ളത് ഒരു എക്സോട്ടിക് റയർ ഫ്രൂട്ട്സ് പ്ലാന്റ്സിൻ്റെ ഒരു നഴ്സറിയാണ്. മദർ പ്ലാന്റ്സിൻ്റെ ഒരു ഫാമും കൂടി ചേർന്നിട്ടാണ്. വെറൈറ്റി ഐറ്റംസ്, വിദേശ ഫ്രൂട്ട്സ് ട്രീസ് എല്ലാം കായ്ക്കുന്ന ഒരു തോട്ടമാണിത്. ഇതിൻ്റെ കൂടെ തന്നെ ഇതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന തൈകളുടെ ഒരു നഴ്സറി കൂടിയുണ്ട്. റയർ ഫ്രൂട്ട്സ് പ്ലാന്റ്സുകൾ ആവശ്യമുള്ളവർക്ക് നമ്മളുടെ വെളിയത്ത് gardens.com എന്ന വെബ്സൈറ്റിലൂടെ വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. അതല്ല ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലൂടെ ഓർഡർ ചെയ്യുകയാണെങ്കിലും കൊറിയർ വഴിയായിട്ടും അല്ലെങ്കിൽ ഞങ്ങളുടെ വണ്ടിയിലാണെങ്കിലും എവിടെയാണെങ്കിലും എത്തിച്ചേരുന്നുണ്ട്. ഇനി കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഓരോ മദർ പ്ലാന്റുകൾ കാണാം. ഓരോന്ന് വിശദമായിട്ട് നമുക്ക് നോക്കാം. ഇത് ജബോട്ടിക്കാബയാണ്. ജബോട്ടിക്കാബ എന്ന് പറയുന്നത് മരമുന്തിരി എന്നൊക്കെ പറയും. ഇതുപോലെ തടിയിലാണ് ഇതിങ്ങനെ കാഴ്ചയെടുക്കുന്നത്. ഇതിലിപ്പോൾ ഇത് പ്രിക്കോസി എന്നൊരു വെറൈറ്റിയാണ്. പ്രിക്കോസി ശരിക്ക് ബ്ലാക്ക് കളറാണ് ആവാറ്. അത്ര ഒരു പഴുത്തിട്ടില്ല. എന്നാലും ഇങ്ങനെയാണ് ഇത്. ഇതിനകത്തൊരു സീഡോട് കൂടിയാണ് ഉണ്ടാകുന്നത്. ജബോട്ടിക്കാബയിലെ പല വെറൈറ്റികളാണിത്. ഇത് വൈറ്റ് ജബോട്ടിക്കാബയാണ്. പിന്നെ എസ്കാർലെറ്റ് ഉണ്ട്. അതിൽ റെഡ് ഹൈബ്രിഡ് ഉണ്ട്. വൈറ്റിൽ ഇങ്ങനെ കായ്ച്ചിരിക്കുന്ന നമുക്ക് ഇങ്ങനെയാണ് കായ്കളുണ്ടാകുന്നത്. ഇത് മേമി സപ്പോട്ടയാണ്. മേമി സപ്പോട്ട എന്ന് പറയുന്നത് ആ കായ്ക്ക് നല്ല വലിപ്പം ഉണ്ടാവും. ഒരു 3-4 kg വരെയൊക്കെ വലിപ്പം വരുന്നൊരു വെറൈറ്റിയാണിത്. ഇത് ശരിക്കും ഇതൊരു സെൻട്രൽ ആൻഡ് സൗത്ത് അമേരിക്കൻ ഫ്രൂട്ടാണ്. ഇത് വളരെ ഒരു കൊമേഴ്ഷ്യലി ചെയ്യാൻ പറ്റാവുന്ന നല്ലൊരു ഇനമാണിത്. ഇത് വർഷം മുഴുവൻ കായ ഉണ്ടാവുകയും ചെയ്യും. നല്ല വളരെ ടേസ്റ്റി ആയിട്ടും സ്വീറ്റ് ആയിട്ടുള്ളൊരു പഴമാണിത്. ഇത് ഗ്രീൻ സപ്പോട്ടയാണ്. ഗ്രീൻ സപ്പോട്ട എന്ന് പറയുന്നത് ശരിക്ക് മെക്സിക്കോ ആ ഭാഗങ്ങളിലാണ് കാണപ്പെടുന്നത്. ശരിക്കും ഇത് നമ്മളിപ്പോൾ ആദ്യം കണ്ട മേമി സപ്പോട്ടയുടെയൊക്കെ തന്നെ ഫാമിലിയിൽപ്പെട്ട മറ്റൊരു പഴമാണ്. ടേസ്റ്റ് നോക്കുകയാണെങ്കിൽ വളരെ നല്ല ടേസ്റ്റിയാണ്. ഇതെല്ലാം ഇപ്പോൾ ജസ്റ്റ് ആയിട്ടേ ഉള്ളൂ. ഒരു 5-6 മാസങ്ങൾ കൂടി കഴിഞ്ഞാൽ മാത്രമേ ഇത് കുറച്ചുകൂടി സൈസിലേക്കായിട്ട് പാകമാവുള്ളൂ. ഇത് കണ്ടോളൂ. ഇത് ടെറങ്കാനു ചെറിയാണ്. ടെറങ്കാനു ചെറി എന്ന് പറയുന്നത് ശരിക്ക് തായ്ലൻഡ്, ഇന്തോനേഷ്യ ഭാഗങ്ങളിലാണ് കാണുന്നത്. ഇത് ശരിക്കും ഡയറക്റ്റ് എഡിബിളായിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. ഒരു പഴുത്ത് കഴിയുമ്പോൾ നല്ലൊരു ബ്ലാക്ക് കളറിലേക്ക് വരും. നല്ലൊരു ഓർണമെൻ്റൽ പ്ലാന്റ് കൂടിയാണ്. വീടിൻ്റെ മുമ്പിലൊക്കെ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നല്ല ഓർണമെൻ്റലായിട്ട് കണ്ട കാഴ്ചയിൽ തന്നെ നല്ല ഭംഗിയുള്ളൊരു ഫ്രൂട്ടാണിത്. ഇത് ചാമിലിയാങ് ആണ്. ചാമിലിയാങ് നല്ല മുന്തിരി പോലെ ഇങ്ങനെ തടിയിലാണ് ഉണ്ടാകുന്നത്. ബ്ലാക്ക് കളറിൽ നല്ല ഭംഗിയോടുകൂടി കിടക്കും. ഇതും ഒരു നല്ലൊരു ഓർണമെൻ്റൽ പ്ലാന്റ് ആണ്. ഞാവലിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ്. ചെറിയൊരു ചവർപ്പും മധുരത്തോടും കൂടി ആയിട്ട്. ഇത് അബിയു ആണ്. അബിയു ശരിക്കും നമ്മുടെ ഒരു സീസൺ ഇവിടുത്തെ കഴിഞ്ഞു. പിന്നെ വീണ്ടും രണ്ടാമത് പൂത്തു തുടങ്ങുന്നതാണ്. ഇപ്പോൾ 1-2 കായകളൊക്കെ ഉണ്ട്. അത് പഴുത്തിട്ടില്ല. അബിയു പൊതുവേ ഒരു ട്രെൻഡി ആയിട്ടുള്ളൊരു പഴമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കായ്ക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. മാത്രമല്ല ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ വളരെ മധുരമുള്ളതും നല്ലൊരു ഫ്രൂട്ടായതുകൊണ്ടാണ് പലരും ഇത് കൊമേഴ്ഷ്യലി കേരളത്തിൽ കൃഷി ചെയ്യുന്നുമുണ്ട്. ഇത് സോൻകോയ എന്ന് പറഞ്ഞൊരു പഴമാണ്. സോൻകോയ എന്ന് പറയുന്നത് നമ്മുടെ സീതപ്പഴത്തിൻ്റെയൊക്കെ ഫാമിലിയിൽപ്പെട്ട അനോന ഫാമിലിയിൽപ്പെട്ട ഒരു സൗത്ത് അമേരിക്കൻ ഫ്രൂട്ടാണിത്. ഇത് ഏതാണ്ട് നല്ലൊരു വലിപ്പം വരും. മാത്രമല്ല ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പഴമാണിത്. പോണ്ടാപ്പിളാണിത്. പോണ്ടാപ്പിൾ ശരിക്ക് ആത്ത ഫാമിലി തന്നെ പെട്ടത് ആണെങ്കിൽ കൂടി ഇത് വെള്ളത്തിൽ നിന്നാലും വളരെ നന്നായിട്ട് വളരുന്നൊരു ചെടിയാണ്. അതുകൊണ്ടാണ് ഇതിന് പോണ്ടാപ്പിൾ എന്നൊരു പേര് വന്നിരിക്കുന്നത്. നമ്മളിത് അധികം ഉപയോഗിക്കുന്നത് ഒരു റൂട്ട് സ്റ്റോക്കായിട്ടാണ്. മറ്റ് ആത്ത ഫാമിലിയിലുള്ള മറ്റ് ചെടികളെല്ലാം ബഡ് ചെയ്യാനും ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പഴത്തിൽ സീഡ് വളരെ കൂടുതലും ഫ്ലഷ് കുറവുള്ളത് കൊണ്ടാണ് ഇത് അത്ര ഒരു നമ്മൾ ഒരു പഴമായിട്ട് അങ്ങനെ അതിനെ കണക്കാക്കാതെ റൂട്ട് സ്റ്റോക്ക് എന്നൊരു ഇതിന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്നത്. ഇത് ഐസ്ക്രീം ബീൻ എന്ന് പറയുന്നൊരു ചെടിയാണ്. ശരിക്കും ഇത്
ഐസ്ക്രീം ബീൻ എന്ന് പറയുന്നൊരു ഫ്രൂട്ടാണിത്. ശരിക്കും ഇത് ബീൻസ് പോലെ പല വെറൈറ്റികളുണ്ട്. ബീൻസ് പോലെ വലിയ വാളങ്ങ പോലെയുള്ളതും മുരിങ്ങാക്കായ് പോലെയുള്ളതൊക്കെ ആയിട്ട് പല പല വെറൈറ്റികളുണ്ട്. ഇത് ശരിക്ക് നല്ലൊരു ഫ്രൂട്ടാണ്. മാത്രമല്ല ഇതിൻ്റെ മരത്തിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിലെ പൊട്ടാസ്യത്തിൻ്റെ അളവിനെ വർദ്ധിപ്പിക്കാനായിട്ട് ഇത് വളരെയേറെ സഹായിക്കുന്ന ഒരു ചെടിയാണിത്. ഇത് ഐസ്ക്രീം ബീൻ്റെ കായ ഏതാണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതിനകത്ത് ഇങ്ങനെ കോട്ടൺ ക്യാൻറ്റീൻ പോലെയാണ് ഇതിൻ്റെ ഒരു ഫ്രൂട്ട് ഇരിക്കുന്നത്. അപ്പോൾ എടുക്കുകയാണെങ്കിൽ ഇതിനകത്തൊരു സീഡോടുകൂടി ഇങ്ങനെ ഇരിക്കും. ഒരു പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കുന്ന ഭാഗമാണ്. നല്ല മധുരമുള്ളൊരു ഭാഗമാണിത്. വയലിടുമ്പോൾ തന്നെ അടുത്തു പോകുന്നതായിപ്പൊരു ഫ്രൂട്ടാണ്. ഇതിൽ തന്നെ ഒരു 5 വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇതിപ്പോൾ ഒരു മുരിങ്ങാക്കായ് പോലെ ഇരിക്കുന്നതല്ലേ. ഇതിൽ തന്നെ വാളങ്ങ ടൈപ്പുള്ള ചെറിയതുണ്ട്. പിന്നെ ഒരു സ്വാഡ് പോലത്തെ വലിയ നീളമുള്ള ഒരു 1 മീറ്റർ വരുന്ന ആ വെറൈറ്റി ഉണ്ട്. ഇതെല്ലാത്തിനും ബൊട്ടാണിക്കൽ നെയിം ഡിഫറെൻ്റ് ആണ്. ഒരു സ്പീഷ്യസ് ആണെന്നേ ഉള്ളൂ. ഇത് ഒലോസോപ്പോ എന്ന് പറയുന്നൊരു ഫ്രൂട്ടാണ്. ഒലോസോപ്പവും ശരിക്കൊരു സെൻട്രൽ അമേരിക്കനാണ്. ഇത് ഇപ്പോൾ കായ്കളുണ്ട്, മുകളിൽ കായ്കളുണ്ട്. ഇത് ശരിക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പഴമാണ്. അതായത് നല്ല സ്വീറ്റായിട്ട് ഇതിൻ്റെ ഔട്ടർ പാർട്ട് തൊലിയും ഫ്ലഷും ഒക്കെ എഡിബിളാണ്. ഒരു സിംഗിൾ സീഡാണ് ഇതിൻ്റെ അകത്തുണ്ടാകുന്നത്. ഇത് കെപ്പൽ എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടാണ്. കെപ്പൽ ശരിക്കും ഇന്തോനേഷ്യയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പഴമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളിലേക്ക് നമ്മുടെ സ്വെറ്റിങ്ങിന് നല്ലൊരു സ്മെല്ലായിരിക്കും. അതായത് ഒരു നല്ല ഫ്രാഗ്രൻ്റ് ആയിട്ട് പെർഫ്യൂമിൻ്റെ ഒരു സ്മെല്ല് പോലെ ആയിരിക്കും ഇത് കഴിച്ചതിന് ശേഷം ഉണ്ടാകുന്നൊരു എഫക്റ്റ്. ഈ കെപ്പൽ ഫ്രൂട്ടിനെ കുറിച്ച് രസകരമായ ഒരു കഥയുണ്ട് കേട്ടോ. സത്യമാണോ എന്നൊന്നും അറിയില്ല. ഇന്തോനേഷ്യയിലെ റോയൽ ഫാമിലിയിലുള്ള സ്ത്രീകളുടെ സൗന്ദര്യ രഹസ്യമായിരുന്നു കെപ്പൽ ഫ്രൂട്ട്. അതുകൊണ്ട് തന്നെ റോയൽ ഫാമിലിയിലുള്ള ആളുകൾക്കല്ലാതെ മറ്റാർക്കും ഇത് വളർത്താനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അറിഞ്ഞാൽ അവർക്ക് കഠിന ശിക്ഷ ഉണ്ടായിരുന്നു എന്നാണ് കേട്ടിരിക്കുന്നത്. ഇത് സൂറിനാം ചെറി എന്ന് പറയും. ഇതൊരു ചെറി വർഗത്തിൽപ്പെട്ടത് തന്നെയാണ്. ഇത് മുകളിൽ കായകളുണ്ട്. കാഴ്ചയിൽ ഏതാണ്ട് നമ്മുടെ കുടംപുളി പോലെയൊക്കെ ആണ് കാണപ്പെടുന്നത്. ഇത് ബർമീസ് ഗ്രേപ്പ്. ബർമീസ് ഗ്രേപ്പ് എന്ന് പറയുന്നത് ഇതിങ്ങനെ മുന്തിരി പോലെ കൊലകൊലയായിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കും. അതായത് ശരിക്ക് തടിയിലും കമ്പുകളിലുമാണ് ഇതുണ്ടാകുന്നത്. ഇത് ശരിക്കൊരു നല്ലൊരു ഓർണമെൻ്റൽ പ്ലാന്റ്സ് ആണ്. മാത്രമല്ല ഒരു ചെറിയൊരു പുളിയും മധുരവും കൂടി ചേർന്നൊരു പഴമാണ്. ശരിക്കും ഇത് വൈനിടാനും പിന്നെ അച്ചാറുണ്ടാക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ ഈ കാണുന്ന എല്ലാ മരങ്ങളും ഓരോ തരം ഫ്രൂട്ട്സ് ഉണ്ടാകുന്ന മരങ്ങളും ചെടികളുമാണ് കേട്ടോ. ചിലതിൻ്റെ ഒന്നും സീസൺ അല്ലാത്തത് കൊണ്ടാണ് ഇതിൽ കായകളൊന്നും ഇല്ലാത്തത്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ പറയാതെ തന്നെ അങ്ങ് വിടുകയാണ് കേട്ടോ. കാരണം വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. അതുകൊണ്ടാണ് ഈ ഫ്രൂട്ട്സ് ഒന്നും ഇല്ലാത്ത ഒരുപാട് ചെടികൾ നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകുന്നത്. ഇത് ബിഗിനെ എന്ന് പറഞ്ഞൊരു ഫിലിപ്പൈൻസിൻ്റെ ഒരു പഴമാണ്. കാഴ്ചയിൽ ഇതേപോലെ കുരുമുളക് പോലെ ഇരിക്കും. സ്വീറ്റായിട്ടുള്ളൊരു പഴമാണ്. ഇതും അധികം ഫ്ലഷൊന്നും ഇല്ലെങ്കിലും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണിത്. ഇത് സ്റ്റാർ ആപ്പിൾ എന്ന് പറയും. ജമൈക്കൻ സ്റ്റാർ ആപ്പിൾ, മിൽക്ക് ഫ്രൂട്ട് എന്നും പറയും ഇതിനെ. ഇതിൻ്റെ ഒരു പർപ്പിൾ കളറിലുള്ളതാണ് ഈ കാണുന്നത്. ഇതിൽ തന്നെ റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്. സ്റ്റാർ ഫ്രൂട്ടിൻ്റെ ഇലകൾ ഇലകൾ കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേക കളറാണ്. അതുകൊണ്ട് തന്നെ ഇത് ഓർണമെൻ്റൽ പ്ലാന്റ് ആയിട്ടും ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ശരിക്കും ഇത് പഴുത്തിട്ടില്ല. പഴുത്ത് കഴിയുമ്പോൾ നല്ലൊരു ഈ സ്റ്റാർ പോലെ കാണുന്നതുകൊണ്ടാണ് ഇതിനെ സ്റ്റാർ ആപ്പിൾ എന്ന് വിളിക്കുന്നത്. ഇതിനൊരു പാല് പോലെയുണ്ട്. അതുകൊണ്ട് മിൽക്ക് ഫ്രൂട്ട് എന്നും പേര് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്ലഷ് ഉണ്ടാവുക. മാടൊരു വുഡി ക്ലൈംബറാണ്.
ഇത് ശരിക്കും ആഫ്രിക്ക ആണ് ഇതിൻ്റെ ഒരു നേറ്റീവ്. നല്ലൊരു പഴമാണിത്. കാഴ്ചയിൽ തന്നെ ഉരുണ്ടിട്ട് ഇങ്ങനെ യെല്ലോ കളറിൽ പഴുത്ത് കഴിയുമ്പോൾ നല്ല ഫ്ലഷോടുകൂടി ഏതാണ്ട് ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെയൊക്കെ പോലെയാണ് ഇതിൻ്റെ പഴം ഇരിക്കുന്നത്. ഇത് മക്കോട്ട ദേവ എന്ന് പറയും. ഇതിപ്പോൾ കേരളത്തിൽ വളരെ കോമൺ ആണ്. ഷുഗർ പ്രഷറൊക്കെ നോർമൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പലരും ഉപയോഗിക്കുന്നുണ്ട്. ഇത് കുപ്പാസു ആണ്. കുപ്പാസു എന്ന് പറയുന്നത് ബ്രസീലിൻ്റെ നാഷണൽ ഫ്രൂട്ടാണ്. ഇത് നമ്മുടെ കൊക്കോൻ്റെയൊക്കെ ഫാമിലിയിൽപ്പെട്ട ഒരു പഴമാണ്. പുളിയും ചെറിയൊരു മധുരവും ചേർന്നിട്ടാണ്. പക്ഷേ ഇത് ഹെൽത്ത് ബെനിഫിറ്റ്സ് വളരെ കൂടുതലുള്ളതുകൊണ്ടാണ് അവരൊരു നാഷണൽ ഫ്രൂട്ടായിട്ട് ഇതിനെ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പഴം ഇങ്ങനെ കാണാനും നല്ലൊരു ഭംഗിയാണ്. ക്യാപ്സൂഡ് പോലെ ഇരിക്കും നല്ല വലിപ്പത്തിൽ. ഇതിൻ്റെ ഔട്ടർ പാർട്ട് എന്ന് വെച്ചാൽ വളരെ ഹാർഡാണ്. ശരിക്കും ഇത് പഴുത്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. കാരണം അതിന് പഴുത്താലും ഇതിൻ്റെ കളറ് ചേഞ്ച് ആവുന്നില്ല. ഈ തവിട്ട് നിറം തന്നെ ആയതുകൊണ്ട് ഇത് താഴെ വീണ് കഴിയുമ്പോഴാണ് പഴുത്തു എന്ന് മനസ്സിലാവുന്നത്. ഇവിടെ ഈ പഴങ്ങൾ മാത്രമല്ല, പഴങ്ങൾക്ക് കുറച്ച് അവകാശികൾ കൂടിയുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള കിളികൾ. എക്സോട്ടിക് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നതുകൊണ്ടാവാം ഇവയ്ക്കൊക്കെ നല്ല ഗ്ലാമർ. ഇത് ബ്ലാക്ക് സപ്പോട്ടയാണ്. ബ്ലാക്ക് സപ്പോട്ട ഒരു എന്താ പറയുക, ഇതിൻ്റെ മരം തന്നെ കണ്ടോ. ഇത് മരത്തിനും നല്ല കറുത്ത കളറാണ്. ലീവ്സ് നല്ല ബ്ലാക്ക് ഗ്രീൻ എന്ന് പറയാൻ പറ്റില്ല, നല്ല ബ്ലാക്കിഷോട് കൂടിയ ഒരു ഗ്രീനാണിത്. ഇതാണ് ഇതിൻ്റെ കായ്. ബ്ലാക്ക് സപ്പോട്ടയുടെ കായാണിത്. ഇത് ശരിക്കും പഴുത്ത് തുടങ്ങുന്നേ ഉള്ളൂ. പഴുത്ത് കഴിയുമ്പോൾ നല്ല ബ്ലാക്ക് കളറിലേക്ക് വരും. അകത്തും അതെ പുറത്തും അതെ നല്ല ബ്ലാക്കിഷ് കളറിലേക്ക് വരും. ഇത് ഉണ്ട്, അതിവിടെയൊക്കെ ഇങ്ങനെ കളർ ചേഞ്ചായി വരുന്നേ ഉള്ളൂ. ഇതിൻ്റെ വേറൊരു പേര് ചോക്ലേറ്റ് സപ്പോട്ട എന്നാണ്. കാരണം ആ പേര് വരാൻ കാരണം ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ചോക്ലേറ്റിൻ്റെയൊക്കെ പറഞ്ഞല്ലോ നേരത്തെ ബ്ലാക്ക് കളർന്ന്, ആ ഒരു കളറിലേക്ക് വരുന്നത് കൊണ്ടാണ് ഇതിനെ ചോക്ലേറ്റ് സപ്പോട്ട എന്നും വിളിക്കുന്നത്. ഇത് ഉദാരയാണ്. ഉദാര എന്ന് പറയുന്നത് ആഫ്രിക്കയുടെ ഒരു നമ്മൾ ഇപ്പോൾ ആദ്യം കണ്ട സ്റ്റാർ ആപ്പിളിൻ്റെയൊക്കെ ഫാമിലിയിൽപ്പെട്ട വേറൊരു പഴമാണ്. ഉദാര എന്താ പറയുക, ചെറിയൊരു പുളിപ്പും മധുരവും ചേർന്ന ഒരു പഴമാണിത്. എന്താ പറയുക, ചില ആൾക്കാർക്ക് പുളിപ്പും മധുരവും കൂടി മിക്സ് ചെയ്ത പഴത്തോടായിരിക്കും താല്പര്യം, മാങ്കോസ്റ്റിനൊക്കെ പോലെ. അങ്ങനെ താല്പര്യമുള്ള ആൾക്കാർക്ക് പറ്റിയൊരു പഴമാണിത്. ഇത് റെയിൻ ഫോറസ്റ്റ് പ്ലം. ശരിക്കും ജൂൺ ജൂലൈയിലാണ് ഇത് കായ്ക്കുന്നത്. വളരെ ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പഴമാണ്. ഒരു ചെറി പോലെ പ്ലം പോലെയൊക്കെ ഉണ്ടാവുള്ളൂ, പക്ഷേ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പഴമാണിത്. ഇത് ശരിക്കും ഇതിൻ്റെ നേറ്റീവ് വരുന്നത് സൗത്ത് അമേരിക്കയാണ്, ബ്രസീലാണ് ഇതിൻ്റെ നേറ്റീവ്. ഇത് പാലിലോ എന്ന് പറയും. ഇത് നമ്മുടെ പേരയുടെയൊക്കെ ഫാമിലിയിൽപ്പെട്ട ഒരിതാണ്. പെർഫ്യൂം ഗുവ എന്ന് പറയാറുണ്ട്. പാലിലോ എന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷിലുള്ള പേര്. ഇത് നല്ല പേരക്കയുടെയൊക്കെ ഷേപ്പാണ്, സ്വീറ്റാണ്. പക്ഷേ ഇതിനൊരു നല്ലൊരു പെർഫ്യൂം സ്മെല്ലുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ പെർഫ്യൂം ഗുവാവ എന്ന് പറയുന്നത്. ഇത് മട്ടോവ എന്ന് പറഞ്ഞൊരു പഴമാണ്. മട്ടോവ എന്ന് പറയുന്ന പഴം നമ്മുടെ റംബൂട്ടാനെയൊക്കെ പോലെ തന്നെയാണ് ഫ്ലഷും സീഡൊക്കെ ഇരിക്കുന്നത്. പുറത്ത് റംബൂട്ടാനെ പോലെ രോമമില്ല എന്നേ ഉള്ളൂ. ഇത് ശരിക്ക് വർഷത്തിലൊരു 3-4 പ്രാവശ്യം കായ്ക്കും. ഇപ്പോൾ ജസ്റ്റ് സീസൺ കഴിഞ്ഞുള്ളൂ. അടുത്ത സീസണിലേക്ക് ഇത് പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിലിപ്പോൾ ഒരുപാട് കളറുണ്ട് നമ്മുടെ കയ്യിൽ. ഇത് പർപ്പിളായിട്ടുള്ളതാണ്, അത് ഗ്രീൻ മട്ടോവയാണ്. പിന്നെ യെല്ലോ ഉണ്ട്, ബ്ലാക്ക് മട്ടോവയുണ്ട്. ഒത്തിരി കളറിൽ വരുന്നുണ്ട്. ഇത് നാൻസ്. ഇത് ശരിക്കും ഒരു നെല്ലിക്കയുടെയൊക്കെ വലിപ്പം വരും. യെല്ലോ കളറിലാണ് പഴുത്ത് കഴിയുമ്പോൾ. ശരിക്കും ഇതിൻ്റെ ടേസ്റ്റും ഏതാണ്ട് നെല്ലിക്ക പോലെ തന്നെയാണ്. ചെറിയതായിട്ട് ചവർപ്പും മധുരമാണ് ഇതിൻ്റെ ടേസ്റ്റ്. പക്ഷേ ഇതിൻ്റെ ഫ്ലവേഴ്സ് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഒരു കൊലയിൽ തന്നെ യെല്ലോയും റെഡും ഒക്കെ ഉണ്ടാവും. നല്ലൊരു കാഴ്ചയിൽ തന്നെ നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ്. എവർഗ്രീൻ ആയിട്ടുള്ളൊരു ചെടിയാണിത്. ഇത് പർപ്പിൾ ഫോറസ്റ്റ് ഗുവ. നമ്മുടെ പേരയുടെ ഫാമിലിയിൽപ്പെട്ടത് തന്നെയാണ്. പക്ഷേ ഇലകളെല്ലാം പേരയായിട്ട് വളരെ വ്യത്യാസമുണ്ട്. കായ് കൊലയായിട്ടുണ്ടാവുന്നത്. പേരയ്ക്കയുടെ അത്ര വലിപ്പമില്ലെങ്കിലും ഇത് ഒരു വ്യത്യസ്തമായ ഒരു ടേസ്റ്റാണ് ഇതിന്. ഇത് അച്ചാച്ചെറു മാങ്കോസ്റ്റിൻ ഫാമിലിയിൽ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പഴമാണ്. ബൊളീവിയ ആണ് ഇതിൻ്റെ നേറ്റീവ്. ഇപ്പോൾ തന്നെ നമുക്ക് കായ് ഇങ്ങനെ ആയി വരുന്നൊരു സീസൺ തുടങ്ങുന്നേ ഉള്ളൂ. ചെറിയ ചെറിയ കായ്കളുണ്ട് മുകളിൽ. ഇതും മാങ്കോസ്റ്റിൻ ഫാമിലിയിൽ പെട്ട വേറൊരു പഴമാണ്, മാഡ്രോണോ. ശരിക്കും സൗത്ത് അമേരിക്കയിൽ ആമസോൺ റീജിയനിലാണ് ഇത് കാണുന്നത്. ഇത് ശരിക്ക് പുളിയും മധുരവും കൂടി ചേർന്നിട്ടുള്ള പഴമാണിത്. മംഗോസ്റ്റിൻ പോലെ നല്ലൊരു മധുരമുള്ളൊരു പഴമല്ല.
ഇത് ബ്ലാക്ക്ബെറി ജാങ് ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സാധാ ബ്ലാക്ക്ബെറി അല്ല ഇത് ട്രോപ്പിക്കൽ റീജിയനിൽ വളരുന്ന വേറൊരു പഴമാണിത്. ഈ പഴം ഇങ്ങനെ കറുത്ത കളറിലാണ് ഇതിൻ്റെ അകത്തിരിക്കുന്നത്. വളരെ വലുതാവുന്നൊരു ചെടിയല്ല, കുറ്റിച്ചെടിയായിട്ട് ഇതുപോലെ നിൽക്കുകയുള്ളൂ. ആഫ്രിക്കൻ ബ്രെഡ് നട്ട് സാധാരണ ഒരു ഫുട്ബോളിൻ്റെയൊക്കെ അത്രയും വലിപ്പം ഉണ്ടാവും അതിൻ്റെ കായ്ക്ക്. അതിനകത്തെ സീഡാണ് നമ്മൾ കഴിക്കുന്നത്. ഏതാണ്ടൊരു പ്ലാവിൻ്റെയൊക്കെ അതേ ഫാമിലിപ്പെട്ടൊരു പഴമാണിത്. ആലുപ്പാഗ് ലോങ്ങാൻ്റെ ഫാമിലിപ്പെട്ട പഴമാണ് ഇത്. നമ്മുടെ ലോങ്ങാൻ പോലെയൊക്കെ തന്നെ ഉള്ളിൽ ഫ്ലഷും സീഡുമായിട്ടുള്ളത്. ലോങ്ങാൻ എന്ന് പറയുമ്പോൾ ഏതാണ്ട് റംബൂട്ടാൻ്റെയൊക്കെ അനിയൻ ആയിട്ട് വരും. ഇത് ബെർമിസ് ചെറി എന്ന് പറയുന്ന ഒരു നമ്മുടെ ലൂവിയുടെയൊക്കെ ഫാമിലിപ്പെട്ടതാണ്. പക്ഷേ ഇത് മധുരമുള്ളൊരു പഴമാണിത്. സ്വീറ്റ് ലൂവി എന്നൊക്കെ പറയുന്നതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണിത്. ഇത് വൈറ്റ് സപ്പോട്ടയാണ്. വൈറ്റ് സപ്പോട്ടയും ഒരു അമേരിക്കൻ ബേസ്ഡാണിത്. ഇതിന് ഫ്രൂട്ടിൻ്റെ ഉൾഭാഗം നല്ല വൈറ്റ് കളറിലുള്ളതുകൊണ്ടാണ് ഇതിനെ വൈറ്റ് സപ്പോട്ട എന്ന് വിളിക്കുന്നത്. സാമാന്യം തരക്കേടില്ലാത്ത മധുരമുള്ളൊരു പഴം തന്നെയാണിത്. ഇതാണ് ആമസോൺ ട്രീ ഗ്രേപ്പ്. ഇത് മുന്തിരി പോലെ ഇങ്ങനെ കൊലകൊലയായിട്ടാണ് ഇതിനകത്ത് ഉണ്ടാകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പഴമാണ്. മുന്തിരി പോലെയൊക്കെ തന്നെ നല്ല മധുരമുള്ളൊരു ലിച്ചിയുടെയൊക്കെ ഏതാണ്ട് ഒരു ടേസ്റ്റിലേക്ക് ഇതിന് വരുന്നുണ്ട്. ബറാബ എന്നൊക്കെയാണ് ലോക്കലി പറയുന്നത്. ഒരു പുളിയും ചെറിയൊരു മധുരമായിട്ടുള്ളൊരു പഴമാണ്. ഇത് ചുപ്പ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പഴമാണ്. സൗത്ത് അമേരിക്കൻ സപ്പോട്ട എന്നൊക്കെ പറയും ഇതിനെ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മാംഗോ പോലെയൊക്കെ തന്നെ കുറച്ച് ഫൈബറൊക്കെ ആയിട്ട് ടേസ്റ്റി ആയിട്ടുള്ളൊരു പഴമാണിത്. ഇതിപ്പോൾ പൂത്ത് നിൽക്കുവാണ്. ഇതിന് ഒരു 2 മാസം കൂടി കഴിയണം ഇത് പഴുക്കണമെന്നുണ്ടെങ്കിൽ. ഇത് റൊളീനിയാണ്. റൊളീനിയ നമ്മളുടെ സീതപ്പഴം മാത്തയുടെയൊക്കെ ഫാമിലിപ്പെട്ട ഒരു പഴമാണ്. ഇത് ഇപ്പോൾ ഒരു സീസണല്ല, അതുകൊണ്ടാണ് ഇതിന് അത്ര വലിപ്പമില്ലാത്തത്. ഒരു സമ്മറിലൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് നല്ല വലിപ്പം ഒരു 2 കിലോ വരെയൊക്കെ വരാറുണ്ട്. ഇത് കോളാനട്ട് എന്ന് പറയും. ഇത് ശരിക്കും ആഫ്രിക്കൻ കൺട്രികളിലാണ് ഇത് കൃഷി ചെയ്യുന്നത്. ഇത് ശരിക്ക് കൊക്കോക്കോളയുടെ ഉൽപ്പാദനം തുടങ്ങുന്നത് ഇതിൽ നിന്നാണെന്നാണ് പറയുന്നത്. മാത്രമല്ല പല സോഫ്റ്റ് ഡ്രിങ്കുകളും ഉണ്ടാക്കാനൊക്കെ ആയിട്ടാണ് ഇതിൻ്റെ സീഡ് ഉപയോഗിക്കുന്നത്. കോളാനട്ടിൻ്റെ കായാണ്. കോളാനട്ടാണ് കൊക്കോക്കോളയുടെ ഉൽപ്പാദനത്തിനായിട്ട് കൃഷി ചെയ്യപ്പെടുന്നത്. ഇത് ആഫ്രിക്കൻ കൺട്രികളിലാണ് സാധാരണ ഉപയോഗിച്ച് വരുന്നത്. ഇത് സിൽവർ ബെറി. കാരണം എന്താ, സിൽവർ കളറിലാണ് ഇതിൻ്റെ ഇലയുടെ അടിഭാഗമൊക്കെ കാണുന്നത്. അതുകൊണ്ടാണ് ഇതിനെ സിൽവർ ബെറി എന്ന് വിളിക്കുന്നത്. ഇത് നല്ല മിറാക്കിൾ ഫ്രൂട്ടൊക്കെ പോലെ തന്നെ വളരെ ചെറിയൊരു പഴമാണ്. ഡേവിഡ്സൺ പ്ലം ഓസ്ട്രേലിയയാണ്. ഇത് മുകളിൽ പൂവും ചെറിയ കായ്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇത് കവുങ്ങല്ല, ഇത് അക്കായ് ബെറി എന്ന് പറഞ്ഞൊരു പഴമാണിത്. ഇതാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ആൻറ്റി ഓക്സിഡൻ്റ് ഉള്ളൊരു ഫ്രൂട്ടാണ്. ശരിക്കും ഇതൊരു പഴുത്തുമ്പോൾ ബ്ലാക്ക് കളറിലേക്ക് ആവും. ഇതത്ര വലിപ്പമായിട്ടില്ല, കുറച്ചുകൂടി വലിപ്പമായിട്ട് ഉരുണ്ട ഇട്ട് ബ്ലാക്ക് കളറിലേക്ക് വരും. ഇത് റംദൂൾ എന്ന് പറയും. ഇത് കംബോഡിയയുടെ നാഷണൽ ഫ്ലവറാണിത്. മാത്രമല്ല അതിൻ്റെ ഫ്രൂട്ടും നല്ലൊരു സ്വീറ്റായിട്ടുള്ള ഫ്രൂട്ടാണ്. ശരിക്കും മുന്തിരിയൊക്കെ പോലെ തന്നെ വളരെ സ്വീറ്റായിട്ടുള്ള കൊലകൊലയായിട്ടുണ്ടാകുന്നൊരു പഴമാണിത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്ലവർ ഇത് പൂക്കുന്ന സമയത്ത് നല്ല സ്മെല്ലായിരിക്കും. ആ ഏരിയയിലൊക്കെ നമ്മൾ മുല്ല പൂക്കുന്നത് പോലെയൊക്കെ തന്നെ വളരെ മണമുള്ളൊരു നല്ല സ്മെല്ലുള്ളൊരു ഫ്ലവേഴ്സാണ് ഇതിൻ്റെ. ഇത് ക്യാൻഡിൽ ഫ്രൂട്ടാണ്. മെഴുകുതിരി പോലെ ഇങ്ങനെ മരത്തിൽ തൂങ്ങി കിടക്കുന്നതുകൊണ്ടാണ് ഇതിന് ക്യാൻഡിൽ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ശരിക്കും ഇതിന് കരിമ്പ് പോലെയാണിത്. കഴിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു മധുരമുള്ളൊരു നീരുണ്ടാവും. പിന്നെ അതിൻ്റെ ഫൈബറാണ് ഇങ്ങനെ കടിച്ചിട്ട് തുപ്പിക്കളയാവുന്നൊരു ഇതാണ്. നമ്മളിപ്പോൾ കണ്ട മദർ പ്ലാന്റ്സുകളിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന തൈകളാണ് ഇവിടെ സെയിലിലുള്ളത്. അതുമാത്രമല്ല ഇപ്പോൾ നമ്മൾ സമയപരിമിതി കൊണ്ട് എല്ലാം കാണാൻ പറ്റിയില്ല. എന്നാലും ഒരുപാട് വെറൈറ്റികൾ ഇനിയും കാണാനുണ്ട്. അവയുടെ തൈകളെല്ലാം വിൽപ്പനയ്ക്കുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണെങ്കിലും എത്തിച്ചു തരുന്നതാണ്. കൊറിയർ വഴിയായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഞങ്ങളുടെ വണ്ടിയിലാണെങ്കിലും കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലോ എവിടെയാണെങ്കിലും ഞങ്ങൾ എത്തിച്ചു തരുന്നതാണ്. അതല്ല നേരിട്ട് വെബ്സൈറ്റിൽ നിന്ന് വേണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യുന്നതാണ്.